പിന്നെ ഏറ്റവും ആദ്യം പറയാനുള്ളത് നമ്മുടെ നാട്ടിലത്തെ സ്പൈസസ് ഒന്നും ഇവിടെ കിട്ടില്ല. ഇവിടെ കിട്ടുന്ന സ്പൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ക്രൊയേഷ്യയിൽ ജീവിക്കാൻ വേണ്ട സാധനങ്ങളുടെ വിലയാണ്. അപ്പോൾ ഹൗസ് ഹോൾഡ് സാധനങ്ങളുടെ അരി പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളുടെ വില വിവരങ്ങളാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. വായോ മലയാളി ഫ്രം ക്രൊയേഷ്യ. ഇത് ഫുൾ ചിക്കനായിട്ട് 2.98 കിലോന് യൂറോ വരുന്നത്. പിന്നെ അത് ഏകദേശം ഒരു 2 കിലോ 5 യൂറോ അടുത്തുണ്ടാവും ഒരു ചിക്കന്. പിന്നെ ഇതങ്ങനെ പീസായിട്ട് നമുക്ക് ചെറിയ പീസായിട്ട് വരും. പിന്നെ അതിൻ്റെ പാർട്സ് നമ്മുടെ അടുത്ത പോലെ തന്നെ മാങ്ങ അങ്ങനത്തെ ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. ചിക്കൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ അതിന് 2.25 യൂറോ. പിന്നെ ഓരോ പീസിനായിട്ട് ഓരോ റേറ്റ് ഉണ്ട്. പല പീസിനും പല റേറ്റാണ്. ഇത് ലെഗ് പീസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5.57 യൂറോ ആണ് വരുന്നത്. ബീഫിൻ്റെ തന്നെ പലതരം പീസുകളുണ്ട്. ഓരോ പീസിനായിട്ടാണ് ഓരോ റേറ്റ് വരുന്നത്. ഇതിൽ കോറായിട്ടുള്ള നമ്മുടെ ഇറച്ചി മാത്രം വരുന്ന 14 യൂറോ അടുത്താണ് അതിന് വരുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ള മീറ്റ് പിഗ്ഗാണ്. ഇതിന് ഏകദേശം 6 യൂറോ 3 യൂറോ 4 യൂറോയിലൊക്കെ പലതരം റേറ്റുകളിൽ വരുന്നുണ്ട്. ചെമ്മീനുണ്ട്, പിന്നെ വാള, ഇത് സാൽമണിനൊക്കെ 12 യൂറോ ആണ് വില. പിന്നെ ഇത് കുറച്ച് ഉണക്കമീനും കാര്യങ്ങളും ഇരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഏകദേശം 700 യൂറോ 7 യൂറോ 5.30 യൂറോ. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം കിട്ടുന്ന പച്ചക്കറികൾ ഇതൊക്കെയാണ്. കാബേജ്, സബോള, തക്കാളി അങ്ങനത്തെ പച്ചമുളക് ഐറ്റംസൊക്കെയാണ്. പഴം 1.44 യൂറോ. ഉള്ളത് 0.79 സെൻറ്റാണ്. നാട്ടിലത്തെ 70 രൂപ എടുത്ത് വരും. ഇതിൽ തന്നെ 2-3 ടൈപ്പ് എടുത്തത്. ഇന്ത്യന് വില കൂടുതലാണ് 1.19. ഇത് ചൈനയാണ്, അതിന് 79 സെൻറ്റ്. വെളുത്തുള്ളി 2.49. ഇഞ്ചി ഉരുളക്കിഴങ്ങ് ഏകദേശം 1.29. ഇഞ്ചിക്ക് ഏകദേശം അതേ റേറ്റ് തന്നെയാണ് വരുന്നത്. ഉരുളക്കിഴങ്ങ് ഉണ്ട്, പൊട്ടാറ്റോ 89 സെൻറ്റാണ് 1 കിലോന് വരുന്നുള്ളൂ. ഇതിന് 2 യൂറോയുടെയും വരുന്നുണ്ട്. അത് പാക്കറ്റായിട്ട് 5 കിലോൻ്റെയാണ് എടുത്ത് വരുന്നത്. ക്യാരറ്റിന് 79 സെൻറ്റാണ് 1 കിലോന് വില. ആപ്പിള് 1 കിലോന് 1.49 യൂറോ. കുക്കുംബർ 1.39 യൂറോ കിലോ. മഷ്റൂം പലതരത്തിലുള്ള മഷ്റൂം ഉണ്ട്. 1 യൂറോ മുതൽ 3 യൂറോ വരെ ഉണ്ട്. ഇത് വേറൊരു ടൈപ്പ് പയറാണ്. ഇതിന് 2 യൂറോ ആണ് കിലോന് വരുന്നത്. ഇത് നമ്മുടെ ചുമന്നുള്ളിയുടെ വേറൊരു ടൈപ്പ് ചുമന്നുള്ളി കേട്ടോ. നോക്കി അതിന് കിലോന് 4 യൂറോ ആണ് വരുന്നത്. ഒരു ലോഡ് ബ്രെഡ് ഉണ്ട്. ഓരോ ബ്രെഡിനും പല റേറ്റാണ്. ഇതിൽ സ്റ്റാർട്ടിങ് ഏകദേശം വരുന്നത് 1.29 നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ബ്രെഡിന്. ബേക്കറി പ്രോഡക്റ്റ്സ് സാധനങ്ങൾക്ക് ഏകദേശം 65 സെൻറ്റ് 1 യൂറോ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് വരുന്നത്. ചിപ്സിന് ഏകദേശം 1 യൂറോ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഈ കാണുന്ന നോട്ടല്ല നമ്മളെപ്പോഴും വാങ്ങിച്ചിരിക്കുന്നത്. അവിടെ തന്നെ 7 യൂറോ ആണ് വില വരുന്നത്. നെസ്കഫേയുടെ ഒക്കെ കോഫി പൗഡർ സ്റ്റാർട്ടിങ് 4.19 യൂറോ ആണ് വരുന്നത്. മുട്ട ഏകദേശം 2.59 10 മുട്ടയ്ക്ക് റേറ്റ് വരുന്നത്. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ മദ്യം അതിന് സാധനങ്ങളൊക്കെ കിട്ടും. മദ്യപാനം പ്രോത്സാഹിപ്പിക്കല്ല, നമ്മളിവിടുത്തെ ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന വിൻ്ററിൻ്റെ സാധനം ജാഗർമൈഫർ. ഇതിന് 700 ml 15 യൂറോ ആണ് വില. ഇവിടുത്തെ പലതരം വൈനുകളുണ്ട്. ഓരോ വൈനിനും ഓരോ റേറ്റ് ആയിരിക്കും. അത് അതിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളും അതിൻ്റെ കമ്പനിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും. ക്രൊയേഷ്യ എന്ന് പറയുന്ന കൺട്രി തന്നെ വൈനിൽ, ഹോട്ട് വൈനിലും കുക്കഡ് വൈനിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. ഈ ഇരിക്കുന്ന സെക്ഷൻ മൊത്തം വൈനാണ്. ഇത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ജവാൻ സ്റ്റോക്ക്. ഇതിന് ഏകദേശം 18 യൂറോ ആണ്. ഈ സെക്ഷൻ മൊത്തം ബാല്യാണ്. ഇതിന് 1 യൂറോ ആണ് 1 ലിറ്ററിന് വരുന്നത്. പിന്നെ ക്രൊയേഷ്യ മൊത്തം ബീറിൻ്റെ ഭയങ്കര പ്രൊഡക്ഷനാണ്. ഇതിന് 1.5 യൂറോ മുതൽ 4 യൂറോ വരെയുള്ള ബീർ കിട്ടും ഇവിടെ. ഇവിടെ ഗോതമ്പ് പൊടിയുടെ 2-3 ടൈപ്പ് കിട്ടും. ഓരോ പൊടി ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത് 1 കിലോന് 80 സെൻറ്റാണ്. പിന്നെ 5 കിലോൻ്റെ ഉണ്ടായിരിക്കും. പിന്നെ പല ടൈപ്പ് ഉണ്ടായിരിക്കും. ഇതിൽ ഓരോ നമ്പർ, ഈ ടിപ്പ് നമ്പർ എന്ന് പറയുന്നതായിരിക്കും ഓരോ നമ്പർ. ഇതിൽ ഓരോ ഗ്രേഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കനം കുറഞ്ഞും കൂടിയിരിക്കും. ആട്ട സ്റ്റാർട്ടിങ് 1.56 യൂറോ. കെച്ചപ്പൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് 2.29 യൂറോ ആണ്. പിന്നെ മെയിനായിട്ട് ഇവിടെ മസാലപ്പൊടി സാധനങ്ങളൊന്നും കിട്ടില്ല. ഗരം മസാല, ചിക്കൻ മസാല അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പം നാട്ടിൽ നിന്ന് വരുന്നവർ മാക്സിമം അങ്ങനത്തെ സാധനങ്ങൾ കുത്തി നിറച്ച് കൊണ്ടുവരാക്കുക. തുണിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ പകരം ചിക്കൻ മസാല, ഗരം മസാല അങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുവരും. ഇവിടെ നേപ്പാളി സ്റ്റോർ, ഇന്ത്യൻ സ്റ്റോറൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ സാധനങ്ങൾ വാങ്ങാം. പക്ഷേ അവിടെ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വില ഉണ്ടായിരിക്കും. പിന്നെ എന്നിരുന്നാൽ പോലും കേരള സാധനങ്ങൾ, സാമ്പാർ പൊടി അങ്ങനത്തെ ഐറ്റംസ് കേരളമൊന്നും കിട്ടില്ല. അപ്പോൾ മാക്സിമം നാട്ടിൽ നിന്ന് വരുമ്പോൾ അങ്ങനത്തെ അരിക്ക് 2.19 യൂറോ ആണ് 1 കിലോന് വരുന്നത്. ഇത് പലതരത്തിലുള്ള അരിയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പർബോയിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള അരിയാണ്. ഇതിന് 2.19 സ്റ്റാർട്ടിങ് വരുന്നത്. ബസ്മതിക്ക് ഏകദേശം 4 യൂറോ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത യൂറോപ്യൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം കേട്ടോ.